മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി കുടിശ്ശിക ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഇടത് കൗൺസിലർമാർ. കെ-സ്മാർട്ടിലെ പ്രശ്നത്തിന്റെ പേരിൽ അടച്ച നികുതി വീണ്ടും അടയ്ക്കാൻ പറയുന്നത് നഗരസഭ ജനങ്ങളോട് ചെയ്യുന്ന ചതിയെന്നും ടി.ആർ. സെബാസ്റ്റ്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാൻ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ എന്താണ് താലൂക്ക് സഭയിൽ പറഞ്ഞത്? താലൂക്ക് സഭയിൽ എന്താ പറഞ്ഞത്? എന്ത് സംഭവിച്ചാലും ശരി, ഒരു കാരണവശാലും ശരി, ഞങ്ങൾ പിരിക്കില്ല, 3 വർഷത്തെ മാത്രമേ പിരിക്കൂ എന്ന് താലൂക്ക് സഭയിൽ പറഞ്ഞ ചെയർമാൻ ഇപ്പോൾ വന്ന് CPM-ന്റെ കൗൺസിലർമാരെ കുറ്റപ്പെടുത്തുക. മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തുനികുതി കുടിശ്ശികയുടെ ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഇടത് കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി കുടിശ്ശികയുടെ വിഷയത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഏതു വിധേനയും പണം പിരിക്കുക എന്നാണ് ചെയർമാന്റെയും ഭരണസമിതിയുടെയും നിലപാട്. ഇക്കാര്യത്തിൽ ജനരോക്ഷം ശക്തമായപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള പ്രഹസനമാണ് ഇടത് കൗൺസിലർമാർക്കെതിരെയുള്ള ആരോപണം. ആ രേഖയിൽ പറയുന്നത് ഇതിൽ അന്തിമമായി തീരുമാനമെടുത്തിട്ടില്ല. മണ്ണാർക്കാട് നഗരസഭ സ്വീകരിച്ച തീരുമാനത്തെ താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. അന്തിമമായ തീരുമാനം ഈ നിമിഷം വരെ എടുത്തിട്ടില്ല. പക്ഷേ ആവേശത്തോടു കൂടി പണം പിരിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി സാധാരണക്കാരെ വല്ലാത്ത പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാണ് എടുത്തത്. നിർഭാഗ്യകരമായി എന്ന് പറയുന്നത് പാവപ്പെട്ടവർ മാത്രമാണ് ഇപ്പോഴും പണം അടച്ചത്. ഇടത്തരക്കാരും പാവപ്പെട്ടവരും മാത്രമാണ് അടച്ചത്. അവർക്ക് കോടതിയിലോ കേസിനോ പോകാനോ ശേഷിയില്ല. അപ്പോൾ ഒരു പ്രയാസം ഉള്ള ആളെ ഇതാണ് അവസരം എന്ന് മനസ്സിലാക്കി അവനെ തോക്കു ചൂണ്ടി പണം പിരിക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ അവരുടെ ആവേശം എന്താണെന്നുള്ള വരും ദിവസങ്ങളിൽ നിങ്ങൾ ഞാനും കാണാൻ പോവുകയാണ്. ഈ ആവേശം എന്തിനാണിതെന്ന് അത്തരത്തിൽ മണ്ണാർക്കാട്ടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിന് മണ്ണാർക്കാട്ടെ പൊതുസമൂഹം മറുപടി നൽകുന്നത് അതിവിദൂരമല്ലാത്ത ദിവസങ്ങളിലായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ എന്താക്ഷേപം ഉന്നയിച്ചാലും ഞങ്ങളൊക്കെ വർഷങ്ങളായി ജനമധ്യത്തിലുള്ള ആളുകളാണ്. ഞങ്ങൾ ആ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും, ശരിയായ അർത്ഥത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വെല്ലുവിളിച്ചാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്ന് ധരിച്ചാൽ അത് വ്യാമോഹമാണെന്ന് വരും ദിവസങ്ങളിൽ മണ്ണാർക്കാട്ടെ ജനത അവരെ അറിയിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നഗരസഭാ നിയമം അനുസരിച്ച് 3 വർഷം മുൻപുള്ള കുടിശ്ശിക പിരിക്കരുതെന്നിരിക്കെയാണ് ഭരണസമിതി ജനദ്രോഹ നടപടി നടത്തുന്നത്. പാതാക്കര മലയിൽ വികസനത്തിന്റെ പേരിൽ ബിനാമി ഭൂമി വാങ്ങിക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്താനാണ് ജനങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി പണം ഈടാക്കുന്നത്. വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കുന്നതിലെ സാങ്കേതികത്വം പറയുന്നത് അവസാനിപ്പിക്കണം. കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ഇതിനാവശ്യമായ മാറ്റം വരുത്തണമെങ്കിൽ നഗരസഭ രേഖാമൂലം കെ-സ്മാർട്ടിനെ സമീപിക്കുകയാണ് വേണ്ടതെന്നും കൗൺസിലർമാരായ ടി.ആർ. സെബാസ്റ്റ്യൻ, കെ. മൻസൂർ, CP പുഷ്പാനന്ദ്, എ. മുഹമ്മദ് ഇബ്രാഹിം, പി. സൗതാമിനി, KR സിന്ധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CCN മണ്ണാർക്കാട്.